സാധാരണ പ്രായമായവരിൽ കാണപ്പെടുന്ന പ്രൈമറി അല്ലെങ്കിൽ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷനിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന ഉയർന്ന രക്തസമ്മർദ്ദത്തിന് പിന്നിൽ കൃത്യമായതും തിരിച്ചറിയാൻ സാധിക്കുന്നതുമായ മറ്റ് ഗുരുതര രോഗാവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. വൈദ്യശാസ്ത്രത്തിൽ ഇതിനെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നു. 30 വയസ്സിന് താഴെയുള്ളവരിൽ, പ്രത്യേകിച്ച് 20കളിൽ ഉയർന്ന രക്തസമ്മർദ്ദം കണ്ടെത്തിയാൽ അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ചെറുപ്പക്കാരിൽ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കുന്ന പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ്. ചെറുപ്പക്കാരിലെ ഉയർന്ന ബിപിക്ക് ഏറ്റവും പ്രധാന കാരണം വൃക്കകളുടെ തകരാറുകളാണ്. വൃക്കകളുടെ കോശങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ മൂലം ശരീരത്തിൽ ഉപ്പും വെള്ളവും കെട്ടിക്കിടക്കുകയും രക്തസമ്മർദ്ദം ഉയരുകയും ചെയ്യുന്നു. മറ്റൊന്നാണ് ഹോർമോൺ വ്യതിയാനങ്ങൾ. അതുപോലെ തന്നെ മറ്റൊന്നാണ് ശരീരത്തിൽ കോർട്ടിസോൾ ഹോർമോൺ കൂടുന്നത്. തൈറോയ്ഡ് രോഗങ്ങൾ, ഹൈപ്പർ തൈറോയിഡിസം എന്നിവയും കാരണങ്ങളാണ്. ആരോഗ്യകരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ ചെറുപ്പത്തിലെ തന്നെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ശരീരത്തിൽ സോഡിയത്തിൻ്റെ അളവ് കർശനമായി നിയന്ത്രിക്കുക, അമിതവണ്ണം കുറയ്ക്കുക, മദ്യപാനവും എനർജി ഡ്രിങ്കുകളുടെ ഉപയോഗവും പൂർണ്ണമായി ഒഴിവാക്കുക എന്നിവ പ്രധാനമാണ്.